പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ റാന്നിയിലും ആറന്മുളയിലേതും പോലെ തന്നെ തിരുവല്ലയിലാണ് ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം ആളുകൾ അനുഭവിക്കുന്നത്. വലിയ നിലയിൽ വെള്ളം പൊങ്ങുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വീടുകൾ പൂർണ്ണമായും മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ തിരുമൂലപുരം SNV സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഈ അടുമ്പട ഉന്നതിയിലുള്ള ഏതാണ്ട് 125-ലേറെ കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതിനകത്ത് നിലവിലുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രി PC വിശ്വനാഥ് ഉൾപ്പെടെ ഇന്നിപ്പോൾ ഇവിടെ എത്തി സന്ദർശനം നടത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഏതാണ്ട് 400-ലേറെ ആളുകൾ നിൽക്കുന്ന കഴിയുന്ന ഈ ക്യാമ്പിലേക്ക് പക്ഷേ മന്ത്രിമാർ എത്തുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ തൊട്ടടുത്ത് കോൺഗ്രസിന്റെ കൗൺസിലറുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കുന്ന സെന്റ് തോമസിലെ ഏതാണ് 100-ൽ താഴെ മാത്രം ആളുകളുള്ള ക്യാമ്പിലേക്ക് മാത്രം പോയിക്കൊണ്ട് ഒരു പ്രഹസനം എന്നുള്ള നിലയിൽ ഈ മന്ത്രിമാരുടെ സന്ദർശനം പോലും മാറുന്നു എന്ന വലിയ ഒരു പരാതി ഈ ആളുകൾക്ക് ഉണ്ട്. അവർ അതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. മന്ത്രി PC വിശ്വനാഥ് എത്തിയ ഘട്ടത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലേക്ക് ഇവിടെയുള്ള അന്തേവാസികൾ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും കാര്യങ്ങൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്താണ് ഉണ്ടായത് ശരിക്കും? ഇത് തിരുവല്ല നഗരസഭയുടെ കീഴിലുള്ള തിരുവല്ലയിലെ തന്നെ ഏറ്റവും വലിയ ആൾക്കാർ താമസിക്കുന്ന ഒരു ക്യാമ്പാണ്. 2 പ്രധാനപ്പെട്ട ഉന്നതികളിലെ 160ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. 406 പേർ ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഇവിടെ താമസിക്കുകയാണ്. MLA രാവിലെ വിളിച്ചു പറഞ്ഞു, CM ഇവിടെ എത്തും, നിങ്ങളെല്ലാവരും CM-നോട് ബുദ്ധിമുട്ട് പറയാൻ തയ്യാറാവണം. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രളയവും, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ പ്രളയം മാത്രമല്ല, എല്ലാ പ്രളയങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വെള്ളപ്പൊക്കങ്ങളും ഈ വീടുകളെ പൂർണ്ണമായും വെള്ളത്തിൽ മുക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും നിരന്തരമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മഹാപ്രളയ അല്ലാത്ത എല്ലാ ചെറിയതും വലുതുമായ എല്ലാ പ്രളയങ്ങളും ഞങ്ങളെ മുക്കുകയാണ്. ഈ പ്രതിസന്ധി ഞങ്ങൾ ദീർഘകാലമായി അനുഭവിക്കുന്നു. ഇവിടെ തിരുവല്ല നഗരസഭയുടെ അധീനതയിൽ വരുന്ന മുല്ലേലി കോട്ടത്തോട്, ചന്തത്തോട്, മുല്ലേലിത്തോട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ദുരിതം ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം ഞങ്ങൾ ഈ സങ്കടം പറയുമ്പോൾ MLA ഞങ്ങളോട് പറഞ്ഞത് CM ഇന്നിവിടെ വരുന്നുണ്ട്, CM-നോട് നിങ്ങൾക്ക് നേരിട്ട് ഇത് പറയാനുള്ള അവസരമുണ്ട് എന്ന് പറയുന്നു. CM-നെ കാത്ത് ഞങ്ങൾ ഈ 400ഓളം ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. CM-ന്റെ വാഹന വ്യൂഹം ഈ ക്യാമ്പിനുള്ളിലേക്ക് കയറി വരുന്നു. പെട്ടെന്ന് കുറേയധികം കോൺഗ്രസ് പ്രവർത്തകർ വന്ന് CM-നെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോവുകയാണ്. തിരിച്ചു വിളിച്ച് തൊട്ടപ്പുറത്തെ ഒരു ക്യാമ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഉടനെ ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ CM ഇവിടെ കയറും, നിങ്ങൾക്കിത് പറയാം. അവിടെ ആകെ 100-ൽ താഴെ ആൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ 400-ലേറെ ആൾക്കാർ താമസിക്കുന്നു. അവിടുത്തെ 100 ആൾക്കാരുടെ പ്രശ്നം തന്നെ, ഇതേ പ്രശ്നമാണ് അവർ നേരിടുന്നത്. പക്ഷേ കൂടുതൽ ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഞങ്ങൾ CM-നെ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ CM ഇവിടെ എത്തുമെന്ന് അറിയിച്ചതിന് ശേഷം ഇവിടെ വന്നു കയറിയ CM-നെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോവുകയും സെന്റ് തോമസ് ക്യാമ്പിൽ കൊണ്ടുപോയതിനു ശേഷം സെന്റ് തോമസ് ക്യാമ്പിൽ CM എത്തണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. തിരിച്ചു മടങ്ങി വരും, ഇവിടെ വരും എന്ന നിലയിൽ പോലീസ് മുഴുവൻ ഇവിടെ വന്ന് നിൽക്കുകയും ഞങ്ങളെല്ലാവരും കാത്തു നിൽക്കുകയാണ്. CM ഇവിടെ കയറുന്നില്ല. ഈ ദുഃഖം പറയാൻ, ഞങ്ങളുടെ സങ്കടം പറയാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുന്നു. CM ഇവിടെ കയറുന്നില്ല. അവസാനം വിശ്വനാഥാണ് മന്ത്രി എന്ന നിലയിലേക്ക് ഇവിടെ വരുന്നത്. വിശ്വനാഥ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ആവശ്യത്തിന് ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുള്ളതാണ്. ഇന്നും ആ പടം എടുക്കുന്നതിന് വേണ്ടി, റീൽസ് എടുക്കുന്നതിന് വേണ്ടി മാത്രം ഇവിടെ വരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. വലിയ ദുരിതമാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും അനുഭവിക്കുന്നത് വലിയ ദുരിതമാണ്. ഇത്ര വലിയ മഹാപ്രളയം നേടുമ്പോൾ പോലും ഇവർ രാഷ്ട്രീയപരമായി ഇത്തരം ക്യാമ്പുകളെ വേർതിരിച്ച് കാണുക എന്ന് പറയുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരെ നീചവും നിന്ദ്യവുമായ ഒരു പ്രവൃത്തിയാണ്. കാരണം അവർ നേരിടുന്നതിനെക്കാട്ടിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പറ്റം പാവങ്ങൾ ഇവിടെ കഴിയുകയാണ്. അവരെ കാണേണ്ടതില്ല, നിങ്ങൾ മറ്റേ ക്യാമ്പിലേക്ക് പോകേണ്ടതില്ല, ഞങ്ങൾ പറയുന്ന ക്യാമ്പിലേക്ക് പോയാൽ മതി എന്ന പക്ഷാപാതപരമായ സമീപനം മുഖ്യമന്ത്രിയും ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരും സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾ പുഴുക്കളല്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവർ മനസ്സിലാക്കണം. എല്ലാ ചെറുതും വലുതുമായ പ്രളയം വന്ന് സർവ്വതും നശിച്ച് ക്ഷമ നശിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളും അങ്ങയെ കാണാൻ കാത്തു നിന്നതാണ്. ഞങ്ങൾക്ക് അങ്ങയോട് സങ്കടം ബോധിപ്പിക്കാൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങ് ഞങ്ങളോട് കാണിച്ച ഈ വിവേചനം ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നതല്ല. ഇത് ഞങ്ങൾക്ക് പൊറുക്കാൻ കഴിയുന്ന ഒരു തെറ്റല്ല അങ്ങ് കാണിച്ചതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും മുഖ്യമന്ത്രി ഉൾപ്പെടെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. തങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറയാമെന്ന് കരുതിയതാണ്. വന്നില്ല. ഞങ്ങൾ ഈ അടുമ്പഴ പ്രദേശത്ത് ഏറ്റവും താഴെ പ്രദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. എല്ലാം മുങ്ങി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. മന്ത്രിയോട് വന്ന് ഞങ്ങളുടെ വിഷമങ്ങൾ പറയാമെന്നും കണ്ട് നിന്നിട്ട് മന്ത്രി ഇവിടെ കയറിയില്ല. മന്ത്രി സെന്റ് തോമസിൽ പോയിട്ട് മന്ത്രി തിരിച്ചു പോകായിരുന്നു. ഇത് കാണിക്കുന്ന ഒരിക്കലും ഒരു മര്യാദയല്ല. വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ ഇങ്ങനല്ല പറഞ്ഞത്. അന്നേരം വോട്ട് ചെയ്ത് വിജയിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളെ തട്ടി ദൂരെ എറിഞ്ഞിട്ട് സെന്റ് തോമസ് കയറിയിട്ട് തിരിച്ച്, ഞങ്ങളുടെ ക്യാമ്പ് കഴിഞ്ഞാണ് സെന്റ് തോമസ്, ആ ക്യാമ്പിൽ പോയിട്ട് തിരിച്ച് നേരെ അങ്ങ് പോകുക എന്നുള്ളത് ഒരു മര്യാദ അല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പിൽ വന്ന് ഞങ്ങളുടെ പരാതി കേട്ടേ പറ്റത്തുള്ളൂ. മുഖ്യമന്ത്രി ഞങ്ങളുടെ ഈ SNV ക്യാമ്പിൽ വന്നേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ പ്രയാസങ്ങളും കാര്യങ്ങളും എല്ലാം അറിയണം. അതുപോലെ തന്നെ കോട്ടത്തോട് പാലം
അവിടെ എല്ലാം വൃത്തിയാക്കി തന്ന് ഇനിയെങ്കിലും ഈ വെള്ളം ഇറക്കി വിട്ടെങ്കിലേ ഞങ്ങൾക്ക് ഇനി ഇതുവരെ വന്ന് കിടക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. അതേ അത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഭയങ്കര വെള്ളപ്പൊക്കമാണ്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് വീട്ടിൽ പോകുന്ന മന്ത്രി തിരിച്ചു വരാൻ പറയണം. തീർച്ചയായും ആ നിലയിലാണ് ഈ ദുരന്തമുണ്ടായി ഏതാണ്ട് 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രി പലയിടങ്ങളിലും എത്തുക തന്നെ ചെയ്യുന്നത്. പക്ഷേ അതിൽ തന്നെയും രാഷ്ട്രീയം കണ്ടുകൊണ്ട് പക്ഷപാതപരമായി ചില ക്യാമ്പുകളിൽ മാത്രം സന്ദർശിച്ച് പലരെയും കാണാതെ ഒഴിവാക്കിക്കൊണ്ട് മടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന്റെ വലിയ പ്രതിഷേധം ഈ സർവ്വതും നഷ്ടപ്പെട്ട ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമറ പേഴ്സൺ മുനീർ ഖാനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്.